താങ്ക് യു സോ മച്ച്. ബൂസ്റ്റർ ഉണ്ട്. നല്ല വൃത്തിക്ക് ഒന്നാമത്തെ പണിഷ്മെന്റ് ഇവർ രണ്ടുപേരും നല്ല മൂലക്ക് പോയിട്ട് വൃത്തിക്ക് മുക്കിക്കോട്ടെ 30 വട്ടം. അത് മാത്രല്ല മുക്കിയിട്ടില്ലേ നോക്ക്, മണക്കും കൂടി വേണം മുക്കുക. എന്നിട്ട് തുടച്ചിട്ട് തന്ന ഓപ്ഷനാ മുക്കിയിട്ട് രണ്ടാമത്തെ പണിഷ്മെന്റ്. ആ സാധനം മുക്കിയിട്ട് സോഫയിൽ പോയിരുന്നിട്ട് ആന നിക്കുന്ന പോലെ നിന്നിട്ട് ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ വീശാൻ. എന്താ കൂട്ടത്തിലടങ്ങാ മുക്കണേല് കൂട്ടത്തിലടങ്ങി പ്ലേറ്റ് ഒന്നും നോക്കണ്ടേ, നല്ല 2 ഓപ്ഷൻ കൊടുത്തോ, 2 നല്ല കൊടുത്തോ. നീ എടുക്കാത്ത പണിഷ്മെന്റ് ഞാൻ എടുക്കൂല സ്നേഹ, ഞാൻ എടുക്കുന്ന ഒരു മിനിറ്റ്. ഈ ഗെയിം തുടങ്ങിയപ്പോ പ്ലേറ്റ് മാൻ കരീമിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റ് എടുക്കോന്ന് ചോദിച്ചു. അപ്പൊ പ്ലേറ്റ് മാൻ പറഞ്ഞു അവൾ എടുത്തില്ലെങ്കിൽ വേറെ സ്വഭാവം, ഞങ്ങൾ ജയിക്കുന്ന വേറെ സ്വഭാവം നടക്കൂല. നടക്കൂല പറഞ്ഞ വർത്താനം ആ സീറ്റുമ്പോൾ ഇരുന്നുള്ള പണിഷ്മെന്റ് ചെയ്യൂലെന്നാണ്. ഓക്കെ, ഞാൻ എഴുന്നേറ്റ് സെറ്റപ്പ് എടുത്തായിരുന്നോ? നീ ചെയ്തേ എടുക്കുള്ളൂ, അല്ലാതെ കൂടെ എടുക്കൂല. നീ മാത്രം വരുമ്പോ നിനക്ക് വേറെ സ്വഭാവമുള്ള പരിപാടി. കരീമിക്ക എനിക്ക് തന്ന 2 ഓപ്ഷൻ എന്നറിയാവോ? ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് കട്ടിലേല് മറ്റേ ആന നിൽക്കുന്ന പോലെ നിന്നിട്ട് എന്തോ പുതപ്പ് ഇട്ടിട്ട് എന്തോ ചെയ്യാനാണ് പറഞ്ഞത്. ഫുള്ള് കാണണമെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ഡാൻസ് തന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ എന്തെങ്കിലും എന്തേലും കാലിന്റെ ഇടയിൽ വെച്ചിട്ട് തുണി കറക്കിയിട്ട് ഓടാൻ, കരഞ്ഞോണ്ടാ എന്തോ ഓടാനും പറഞ്ഞു. ഇതാണ് തന്നത്. എന്നിട്ട് താൻ എനിക്ക് സിറ്റപ്പ് എടുത്തു. ഈ ഗെയിം പറഞ്ഞ സമയത്ത് പ്ലേറ്റ് മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റ് എടുത്തില്ലെങ്കിൽ ഞാൻ എടുത്തോളാം പറഞ്ഞു. ഓക്കെ, വേണ്ട കളിച്ചോന്ന് പറഞ്ഞിട്ട് തന്നെ കളിച്ചത്. ഓക്കെ, ഇത്ര പറയുള്ളൂ. പ്ലേറ്റ് മാനെ ഓരോ ഓപ്ഷൻ ഞാൻ കൊടുത്തു, വൃത്തിക്ക് മുക്കാൻ. ബാക്കി 2 കൊടുത്തോ. ബാക്കി 2 മണക്കണോ? ആ മണക്കട്ടെ. ബാക്കി 2 മണക്കണോ? അങ്ങനെ ടോക്ക് പ്ലേറ്റ് മാനെ ഇയാളെ ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഒന്നും ഇയാൾ തന്നിട്ടില്ല. ഇരിക്കുന്ന പാട്ടിൽ എഴുന്നേക്കൂലെന്ന് പറഞ്ഞിട്ട് ഇയാൾ തന്നില്ല. ഇയാൾ തന്ന ഓപ്ഷൻസ് ഞാൻ പറഞ്ഞത്. ഇയാൾ തന്ന ഓപ്ഷൻസ് രണ്ടായിരം പോസ്റ്ററിലല്ല പണിഷ്മെന്റ് എടുക്കാതെ ഓക്കെ. മിസ്റ്റർ നോഫലിക്ക് പണിഷ്മെന്റ് എടുക്കുന്നുണ്ടോ? വന്നാലേ എടുക്കുള്ളൂ. സ്കോർ വന്ന 2 ഗെയിമിലും എനിക്കാ വന്നത്. ഒരു മിനിറ്റ് പ്ലേറ്റ് മാനെ കരീമിക്ക് ഞാനും കൂടെ സിംഗിൾ മാച്ച് പ്ലേറ്റ് 2 ഇത് ഞാൻ പറഞ്ഞ കേക്ക്. കരീമിക്ക് ഞാൻ സിംഗിൾ മാച്ച് കളിച്ചു. രണ്ടാമത്തെ ഗെയിം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ് തരാന്ന് പറഞ്ഞു. തന്നില്ല. ഓക്കെ, തന്നില്ല. ഇയാള് തന്ന ഓപ്ഷൻ ഇപ്പൊ ഒന്നാമത്തെ കൊടുത്തത് മുക്കാനായിട്ട്. രണ്ടാമത്തത് ഇയാൾ എനിക്ക് തന്നതെന്നറിയാവോ? കട്ടിലിൽ തന്നെ ആന നിൽക്കുന്ന പോലെ നിന്നിട്ട് പുതപ്പിട്ടിട്ട് എന്തോ ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തത് കോലോ കമ്പോ എടുത്തിട്ട് കാലിന്റെ ഇടയിൽ വെച്ചിട്ട് പറക്കുക. മൂന്നാമത്തെ ഇല്ലെങ്കിൽ ഡാൻസ്. ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ എനിക്ക് 30 സിറ്റപ്പ് വന്നത്. ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഇരുന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നില്ല. എന്താ പോലെ പറയാനുണ്ടോ? തരുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് 4 പേരും കൂടെ കളിച്ച ഗെയിമാ, 2 പേര് കളിച്ച ഗെയിമല്ല. കരീമിക്ക തുടങ്ങിയപ്പോ പറഞ്ഞു പണിഷ്മെന്റ് എടുക്കാനാണെങ്കിൽ കളിച്ചാ മതി, എടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഗെയിം ഇട്ടത്. ഇന്നത്തെ കരീമിക്ക ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചേ എല്ലാം ഇങ്ങനത്തെ പ്ലേറ്റ്മെന്റ് ഞാൻ പറഞ്ഞ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ലേ ചെയ്ത ഇങ്ങനെ സിറ്റപ്പ് ചെയ്തതാ.
ഇങ്ങനെ ആക്കിയിട്ട് തൽക്കാലം വെച്ചിട്ട് പ്ലേറ്റ് ഒരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. പ്ലേറ്റ് ഞാനിവിടെ കഴിഞ്ഞ കളി ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാനും സ്നേഹമുണ്ടല്ലോ എനിക്ക് പറയാനുള്ള അവസരം. ഇവിടെ 500 ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, നിക്ക് ഞാൻ അവിടെ മ്യൂട്ടാക്കി. പ്ലേറ്റ് കേട്ടോ, ഞാൻ ജയിച്ചു. ഓളിനോട് പറഞ്ഞെന്താ അറിയോ, 200 അല്ലാതെ അയാൾ പറഞ്ഞ എനിക്കും കേൾക്കണ്ട. എന്തുടായി പരിപാടികൾ കാണിക്കുന്നത്? തോറ്റാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടല്ലേ ഗെയിം ഇട്ടത്, എന്നിട്ട് പിന്നെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? സിംഗിൾ ഗെയിം വേറെ, ഗ്രൂപ്പ് ഗെയിം വേറെ. എന്ത് ആൾക്കാർ അറിയത്തില്ല? ആഹാ, അത് കൊള്ളാലോ ഇയാള്. പണിഷ്മെന്റ് കാര്യത്തിൽ ഒരു മാറ്റൂല. 4000 പോയിന്റ് അല്ല ലേണാ വന്നത്. 24K ആദ്യത്തെ ഗെയിമിൽ വന്നു. ഇയാൾ ജയിച്ച പോലെ 2000-3000ന്റെ കളിയല്ല കഴിഞ്ഞത്. പറ്റത്തില്ല, ഓപ്ഷനിൽ ഒരു മാറ്റൂല. എന്റെ കൂടെ പ്ലേറ്റ് മാനും കളിക്കുന്നുണ്ട്. അവന് പറയാൻ അവകാശം ഉണ്ട്. അവൻ പറഞ്ഞോട്ടെ. എന്താണ് തന്ന പണിഷ്മെന്റ്? ഒരു മിനിറ്റ് പ്ലേറ്റ് മാൻ, ഒരു മിനിറ്റ്. ഇരുന്നിട്ട് തരാവുന്ന പറ്റുള്ളൂ പറഞ്ഞിട്ട് കരീമിക്ക ഇരുന്നിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. ചോദിച്ചു നോക്കും, അതാദ്യം ചോദിക്കും. അനക്ക് 3 പണിഷ്മെന്റ് തന്നത്. ഒന്നാമത്തെ സിറ്റപ്പ്, ഒന്നാമത്തെ പണിഷ്മെന്റ് സിറ്റപ്പ്, രണ്ടാമത്തെ പണിഷ്മെന്റ് ആനനെ മാറിക്കെടുക്കാന്. പ്ലേറ്റ് മാനെ ഞാൻ നിന്നോടാ പറയുന്നത്, കേൾക്കുന്നുണ്ടോ? പ്ലേറ്റ് മാൻ കേൾക്കുന്നുണ്ടോ? പ്ലേറ്റ് മാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, സിംഗിൾ ഗെയിം ആയിട്ട് കളിച്ച കളിയല്ലേ ഇത്? 4 പേര് കളിച്ച കളിയാ അല്ലേ? ആണോ പ്ലേറ്റ് മാനെ? ഓക്കെ, ഇയാൾ എനിക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ ഓപ്ഷനും തന്നിട്ട് പിന്നെ എന്തിനു കൊടുക്കണം? സിറ്റപ്പ് ഓപ്ഷൻ അവർക്ക് കൊടുക്കൂല. ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഒരു മിനിറ്റ് കരിമിക്ക ഇരുന്നിട്ട് തരാം. 2 മൂടി അങ്ങോട്ട് കെട്ടിക്കോ. ഓക്കെ, നെറ്റിക്ക് ഒരു ആൾക്ക് തന്ന പണിഷ്മെന്റ് കരിമിക്കൊക്കെ പോവാം, കിട്ടും. എനിക്ക് ഇറങ്ങിപ്പോക്കോ, എടുക്കണ്ടോ? വേണം, താൻ എടുക്കണ്ട. എടുക്കണ്ട. എന്ത് നാണം കെട്ട പരിപാടിയാ? ഇയാൾ എന്ത് പരിപാടിയാ കാണിക്കുന്നത്? ഇങ്ങനെയാണോ വെച്ചേണ്ടത്? ഇയാള് ചെറിയ സ്കോർ അല്ല വന്നത്. പ്ലേറ്റ് മാത്രം പണിഷ്മെന്റ് താൻ എടുക്കണ്ട. തനിക്ക് പോകാം, അത്രേ ഉള്ളൂ. പണിഷ്മെന്റ് പറഞ്ഞിട്ടാണ് പ്ലേറ്റ് മാനെ ഗെയിം കളിച്ചത്. പ്ലേറ്റ് മാൻ പറ, പണിഷ്മെന്റ് പറഞ്ഞിട്ടാണ് ഗെയിം കളിച്ചത്. പിന്നെ ഇയാൾ എന്ത് വർത്താനം പറയുന്നത്? കിട്ടും, കൈ കിട്ടും. പണിഷ്മെന്റ് എടുക്കാതെ പോകും. അത് നിങ്ങൾ സിംഗിൾ കളിച്ച മാച്ചാണ് സ്നേഹ, അത് നിങ്ങൾ സിംഗിൾ കളിച്ച മാച്ചാണ്. ഓക്കെ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ട? അവൾക്ക് കൊടുത്ത പോലത്തെ പണിഷ്മെന്റ് വേണോ? അതല്ല വേണ്ടത്? പറ്റില്ല, തരില്ല, സമ്മതിക്കില്ല. പ്ലേറ്റ് മാൻ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. നല്ല പണിഷ്മെന്റ് എടുക്കാനാണ് കളിച്ചാൽ മതി എന്ന് കരിമിക്ക പറഞ്ഞു ഓർക്കുന്നുണ്ടോ? തുടങ്ങിയപ്പോ ഓർക്കുന്നുണ്ടോ? പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇയാളിങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നു? ചെറിയ സ്കോർ അല്ല വന്നത്. ഫസ്റ്റ് ഗെയിമിന് 24K, സെക്കൻഡ് ഗെയിമിന് ലേണ വന്നത്. ഇയാൾ കള്ളത്തിൽ കാണിക്കുന്നത്.